രഘുവേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. എന്തു വെച്ച് രഘുവേട്ടാ? സമയം ഒരുപാടായില്ലേ? അല്ല, എന്താ രഘുവേട്ടന്റെ മനസ്സില്? അല്ലമ്പിളി, അമ്മാവൻ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മാവനെ വെറുപ്പിച്ചോണ്ടുണ്ടാക്കിയ ഒരു സമ്പാദ്യം എനിക്ക് വേണ്ട. ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് അമ്മാവന്റെ കാല് വീണ് മാപ്പ് ചോദിച്ചാലെന്ന് ആലോചിക്കാൻ ഞാൻ. എന്ത് ഭ്രാന്ത രഘുവേട്ട ഈ പറയുന്നേ? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല അമ്പിളി. അനുവിന്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് അമ്മാവൻ നമ്മളെ വെറും അന്യരെ പോലെയല്ല കണ്ടത്. ഞാൻ വിചാരിച്ചത് പഞ്ചരത്തെത്തി വെച്ച് അമ്മാവൻ നമ്മളെ തള്ളി പറഞ്ഞത് ഇനി കാണണ്ടെന്ന് പറഞ്ഞൊക്കെ നമ്മളോട് മാത്രമായിട്ട് പറഞ്ഞതാണെന്നാ. ഇതിപ്പോ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ചും അമ്മാവൻ നമ്മുടെ മുഖത്ത് നോക്കാൻ പഠിച്ച എന്താ അതിന്റെ അർത്ഥം? അച്ഛന്റെ വിശ്വാസം ആ സ്വർണം നമ്മൾ എടുത്തുനിന്ന് തന്നെയാ. അത് സത്യമായതുകൊണ്ട് നമുക്കും അച്ഛനോട് കൂടുതലൊന്നും പറയാൻ കഴിയില്ലല്ലോ രഘുവേട്ട. അതുകൊണ്ട് അച്ഛന് നമ്മളോടുള്ള വെറുപ്പ് പതിയെ മാറ്റിയെടുക്കാനല്ലേ നമുക്ക് പറ്റൂ. ഇല്ലമ്പിളി, ഇനി അമ്മാവൻ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്പിളി. ഞാൻ എല്ലാ സത്യങ്ങളും അദ്ദേഹത്തിനോട് തുറന്നു പറയും. എന്റെ രഘുവേട്ട, വെറുതെ അബദ്ധം ഒന്നും കാണിക്കല്ലേ. നമുക്ക് അച്ഛന്റെ മുമ്പിൽ എന്തും പറയാം. ചിലപ്പോ അച്ഛൻ നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട നമ്മൾ ഈ നിലയിലെത്തിച്ച ദാസങ്ങളുടെ കാര്യം കൂടി രഘുവേട്ടനൊന്ന് ഓർക്കണം. അങ്കിളും ഇപ്പോ വലിയ ധർമ്മസങ്കടത്തിലാമ്പിളി. അമ്മാവൻ അറിയാതെ ആ സ്വർണം വിൽക്കാൻ നമ്മളെ സഹായിച്ചതില്ലേ. ദാസങ്ങളിലും ഇപ്പൊ വലിയ കുറ്റബോധം വിഷമൊക്കെ ഉണ്ട്. നീ വാമ്പിളി, നമുക്ക് ഇപ്പൊ തന്നെ അങ്കിളായിട്ട് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. നമ്മള് 3 പേരും കൂടി പോയി അമ്മാവന്റെ മുമ്പിൽ എല്ലാം ഏറ്റു പറഞ്ഞ അദ്ദേഹം എന്തായാലും നമ്മളോട് ക്ഷമിക്കും. അയ്യോ രഘുവേട്ട, ദയവ് ചെയ്ത് എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. എന്തായാലും നാളെ ഞാൻ അനുവിന്റെ വീട് വരെ ഒന്ന് പോവാം. എന്നിട്ട് അനുവിന്റെ അടുത്തും ചീരിന്റെ അടുത്തും ഇക്കാര്യം ഒന്ന് സംസാരിക്കാം. അവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. അവരുടെ അഭിപ്രായം കൂടി എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോ ദാസങ്ങളോട് അതിനുശേഷം സംസാരിച്ചാൽ മതിയോ? മതി രഘുവേട്ടാ. രഘുവേട്ടൻ ഇപ്പൊ വന്നൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ കമ്പനിയിൽ ഒരുപാട് ജോലികളുണ്ടെന്നല്ലേ പറഞ്ഞ്. ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് രഘുവേട്ടൻ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. രാവിലെ ഉറങ്ങി എണീക്കുമ്പോ രഘുവേട്ടന് തന്നെ തോന്നും ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന്. ശരി അമ്പിളി, ഞാനേ ഉറക്കം വരെ ഒന്ന് നോക്കാം. കിടന്നോ. നീ കിടക്കുന്നില്ലേ? ഇന്ദിരേട്ടാ, ചായ. എന്താ സോനെ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല ഇന്ദിരേട്ടാ. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ ആകെ ഒരു ടെൻഷൻ. നമ്മുടെ കുടുംബത്തില് പണ്ടേ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലേ സോനെ. പിന്നെ ഇപ്പം മാത്രം നിനക്ക് ടെൻഷൻ ആവാൻ എന്താ? ഞാനും ശ്യാമേട്ടനും അല്ലേ ഇന്ദിരേട്ടാ ഇപ്പൊ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ബാധ്യത. ശ്യാമേട്ടന് വേണ്ടി ഇന്ദിരേട്ടൻ വാങ്ങിയ 15 ലക്ഷം, അതിനൊരു പരിഹാരം ഉണ്ടായാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. അതിനൊരു വഴി ഉണ്ടാവും. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, നീ വിഷമിക്കാതിരിക്കേ. ഏട്ടൻ തിരിച്ചു വന്നതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നേ. അതുപോലെ ഏട്ടൻ അമ്മയായിട്ട് സ്വരച്ചേർച്ചയിലാവുക കൂടി ചെയ്ത ഈ കുടുംബത്തിലെ പഴയ സന്തോഷം കൂടി തിരിച്ചു കിട്ടും. പഴയ സന്തോഷോ? നീ പഴയ സന്തോഷം എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലെ സന്തോഷം ഉദ്ദേശിക്കുന്നത്?
നമ്മുടെയൊക്കെ കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള കാര്യമാണോ? അതും അതിനുശേഷമുള്ള കാര്യമൊക്കെ കൂടെ ഞാൻ പറയുന്നത്. ഏട്ടനും അമ്മയും അകന്നു കഴിഞ്ഞാൽ ഈ വീടൊരു മരണ വീട് പോലെ ആവും ഇന്ദ്രേട്ട. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ അമ്മയായി പഴയ പോലെ സ്നേഹത്തിൽ പോകണമെന്നാ എന്റെ ഒരു ആഗ്രഹം. പഴയ സ്നേഹം ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല സോനെ. എന്നാലും അമ്മയുമായിട്ട് നല്ല രീതിയിൽ പോകാൻ തന്നെയാ എന്റെ തീരുമാനം. മതി ഏട്ടാ, എനിക്കത് മതി. എന്താടി ഇവിടെ വന്നു നിന്നൊരു കുശൂശുപ്പ്? എല്ലാവരെയും പോലെ നീയും എന്നെപ്പറ്റി നിന്റെ ഏട്ടനോട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയ അമ്മയ്ക്ക് കാണുന്നതൊക്കെ മഞ്ഞയായിട്ടേ തോന്നുള്ളൂ. ഞാൻ എന്താ പറഞ്ഞെന്ന് അമ്മ തന്നെ ഏട്ടനോട് ചോദിച്ചു നോക്ക്. ഇന്ദ്ര, നമുക്ക് സച്ചിസാറിന്റെ വീട്ടിലൊന്ന് പോണം. ഇന്നങ്ങോട്ട് ചെല്ലാമെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സച്ചിസാറിനോട് പറയണം. ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നാളെയാണ് കുടുംബ കോടതിയിൽ സിറ്റിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പോരെ? നാളെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ഇത് ഗണപതി കല്യാണം പോലെ നീണ്ടു പോവുക. നാളെ ഫൈനലാ. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് അഡ്വക്കേറ്റ് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി, അത് നാളെയല്ലേ. ഞാൻ ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് സച്ചിസാറിന്റെ വീട്ടിൽ പോയി ഒരു തീരുമാനം എടുത്താൽ കോടതിയിൽ നിനക്ക് അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കാമല്ലോ. അത് ഇനി ഒന്നും നീ ഇങ്ങോട്ട് പറയണ്ട. സച്ചിസാറിനോട് നമുക്ക് രണ്ടുപേർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നവിടെ പോയേ തീരൂ.